ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിലൊരു എഗ് പപ്സ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതാ നമ്മളൊരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ഉരുകി വരണം. ഉരുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സവോളയായിട്ട് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക്, അതുപോലെ തന്നെ വേപ്പിലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് വേപ്പില നമ്മൾക്കിങ്ങനെ കടിക്കൂലോ, അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാനിവിടെ കാശ്മീരി ചില്ലി ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല, വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ ടൊമാറ്റോ കെച്ചപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മുട്ട പപ്സിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല, ഞാനിവിടെ വേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം കേട്ടോ നമ്മൾ പഫ്സ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫ്രോസണായിട്ട് കിട്ടുന്ന പഫ് പേസ്ട്രി ആട്ടോ മേടിച്ചേക്കുന്നത്. അതപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് നമ്മൾ പുറത്ത് വെച്ച് ഒരു 2 മണിക്കൂറെങ്കിലും വേണ്ടി വരും. നല്ലോണം ഇതായി തണുപ്പ് പോയി കിട്ടാൻ വേണ്ട, നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടണം. അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രോസണായിട്ട് ഇങ്ങനെ നല്ല ഇതായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. നമുക്കിങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ഒരു ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് സെറ്റ് ചെയ്ത് തുടങ്ങാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. മസാല ഒന്ന് സെൻറ്ററിലേക്ക് നന്നായിട്ട് അത് പരത്തി ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് പുഴുങ്ങിയ മുട്ട ഒന്ന് കമത്തി വെച്ച് കൊടുക്കാം. നമ്മൾ ഹാഫാക്കി കട്ട് ചെയ്തേക്കുന്നതാണ്, അതൊന്ന് കമത്തി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 4 കോർണറുകളിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം.
എന്നിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ചെയ്യാം, അതല്ലെങ്കിൽ ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് എടുത്തിട്ട് നമുക്ക് നനച്ചിട്ട് ഒന്ന് ഒട്ടിച്ചാലും മതി. അപ്പം ഞാൻ എല്ലാ കോർണറുകളും ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ഫുള്ളായിട്ട് അടച്ച് നമ്മൾ ചെയ്യണ്ട, പക്ഷെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നന്നായിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ പപ്സും ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വലിയൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബേക്കിംഗ് ഷീറ്റ് ഇടാം. എന്നിട്ട് നമുക്ക് പപ്സൊക്കെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് എഗ്ഗ് നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. പപ്സായി വരുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും കൂടി കേട്ടോ, നല്ലൊരു തിളക്കവും കളറൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് 6 പപ്സാട്ടോ കിട്ടുന്നത്. ഞാനിപ്പോൾ എല്ലാ പപ്സും എഗ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 350 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ 350 ഡിഗ്രിയിൽ തന്നെ ഒരു 25 to 30 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ എഗ് പപ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട് 350 ഡിഗ്രിയിൽ. അപ്പോൾ നമ്മുടെ ഓരോ ഓവൻ അനുസരിച്ചും അതുപോലെ നമ്മൾ യൂസ് ചെയ്യണ പഫിൻ്റെ പേസ്ട്രിയൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ചെറിയ ടൈമിൽ ഡിഫറൻസുകളൊക്കെ ഉണ്ടാവും. എന്നാലും ഒരു 5 മിനിറ്റ് ചിലപ്പോൾ കൂടുതലോ കുറവൊക്കെ വരാം. എന്നാലും ഏകദേശം നമുക്ക് 30 മിനിറ്റിൻ്റെ അടുത്ത് വേണ്ടി വരും കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള എഗ് പപ്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുകയും വേണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യില്ലേ. താങ്ക് യു.